ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ. ഈ വീഡിയോയിൽ നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ നാട്ടിലൊരു കാര്യമാണ് ഈബിൾ ജെറ്റ് സഹോദരന്മാർ ചിക്കൻ അച്ചാറുണ്ടാക്കി. വളരെ രസകരമായ വീഡിയോ ആയിരുന്നു ചിക്കൻ അച്ചാർ. പക്ഷേ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഈ ചിക്കൻ അച്ചാർ വെക്കുന്നതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിച്ച വഴിക്ക് മഞ്ഞപ്പൊടിക്കകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മഞ്ഞപ്പൊടിക്കകത്ത് ഒരു പട്ടിയുടെ കാല്, അവരെപ്പോഴും സഞ്ചരിക്കുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടിയുടെ കാലാണെന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ പറയുന്നത്. അത് വേറൊരു വശത്തോട് നോക്കുവാണെങ്കിൽ അത് ഏകദേശം ശരി തന്നെയാണ്. കാരണം അവരുടെ പട്ടി അവരുടെ കൂടാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ ഹൈജീനിക്ക് അല്ലാത്ത ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അത് ഒരു സെയിൽ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ചിക്കൻ അച്ചാർ, പക്ഷേ അതിൻ്റെ കാഴ്ചയിലൊക്കെ നല്ല സൂപ്പർ ചിക്കൻ അച്ചാറാണ്. പക്ഷേ ഈ സംഭവിച്ച് പോയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സെയിൽ ചെയ്യാൻ പോയപ്പം എനിക്ക് തോന്നുന്നത് അത് വിറ്റ് കാണത്തില്ല, ഒരെണ്ണം പോലും വിറ്റ് കാണത്തില്ല. കാരണം ഇങ്ങനെ ഡിമാർക്കറ്റ് ചെയ്ത് പോയി, മാർക്കറ്റ് ഇല്ലാതെ വന്നു പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുമ്പം അല്ലെങ്കിൽ വളരെ സൂക്ഷിക്കണം. കാരണം ചെറിയൊരു മൈന്യൂട്ട് പോയിൻ്റ് പോലും വളരെ അതിനെ എഫക്റ്റ് ചെയ്യും. കാരണം വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈബിൾ ജെറ്റ് എന്ന് പറയുന്നത് അവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ സഞ്ചരിച്ചുള്ള വീഡിയോസാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ലൈസൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണം. ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതിൽ തന്നെയും അതിന് ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഉണ്ടാക്കുന്ന യൂട്യൂബിൽ തന്നെ പലരും ഈ കുക്കറി ഷോയൊക്കെ നടത്തി, അതായത് ഫുഡിൻ്റെ വ്ളോഗൊക്കെ നടത്തി അവസാനം അവരൊരു പ്രോഡക്റ്റ് യൂട്യൂബ് വഴിയൊക്കെ സെയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സെയിൽ ചെയ്യുന്ന ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷേ ഈബിൾ ജെറ്റ് എന്ന് പറയുന്ന അവരും കുക്കിംഗ് ഒക്കെ പഠിച്ചാന്നൊക്കെ അവരുടെ പുറകോട്ടുള്ള വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അവരൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പിന്നീട് ഈ മേഖലയിലേക്ക് വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയൊക്കെ ഫുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈജീൻ, അതായത് ഇങ്ങനെ മഞ്ഞപ്പൊടിക്കകത്ത് പട്ടി കയറുകയും അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, അതായത് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, മറ്റ് പ്രോഡക്റ്റുകൾ കുഴപ്പമില്ല, ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമാണ്. കാരണം മെയിനായിട്ട് അത് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ ആഗ്രഹം കാണുമായിരിക്കും. പിന്നെ രണ്ടാമത് ഇവർ അതിൻ്റെ വില പറയുന്നത് 1200 രൂപയൊക്കെയാണ് 90 ഗ്രാമിനൊക്കെ. ഒരുപക്ഷെ അത്രയും ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് വരുമ്പോൾ അത്രയും എമൗണ്ട് ആകുമായിരിക്കും. പിന്നെ ഇവരുടെ പാഴ്സലിൻ്റെ പൈസ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിയായിരിക്കാം. പക്ഷേങ്കിൽ ഈ വൃത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഫുഡ് ഐറ്റംസായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഹോട്ടലുകളിൽ മറ്റേത് വൃത്തിയൊക്കെ നോക്കി ആഹാരം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഇത് ഒരെണ്ണം പോലും സെയിൽ ചെയ്ത് കാണത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫുഡ് ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഹൈജീൻ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തണം. അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ച് തീർക്കേണ്ടി വരും. ഇപ്പം നമുക്കറിയാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരാണ്ട് പറഞ്ഞ പോലെ അറിയാവുന്ന പണിക്കേ പോകാവുള്ളൂ. കാരണം അവർക്കറിയാവുന്ന ഡ്രൈവിങ്, സഞ്ചരിച്ചുള്ള വീഡിയോസ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു കാരണവശാലും ഇങ്ങനൊരു രീതിയിലുള്ള ഒരു സംഭവം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം, നമുക്കൊരു പരിചയമില്ലാത്ത മേഖലയിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അത് തന്നെയല്ല, ഒത്തിരി അതിനകത്ത് പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് പ്രോഡക്റ്റ് ഐറ്റംസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം.